Hi students, today we will learn a new chapter, straight lines. നിങ്ങൾ കോർഡിനേറ്റ് ജോമെട്രി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്, സെക്ഷൻ ഫോർമുല ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് ഫോർമുലയാണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് പി x1 y1 ആൻഡ് ക്യൂ x2 y2 ഇസ് ഗിവൺ ബൈ പി ക്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഒരു എക്സാമ്പിൾ നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ്സ് 6 -4 ആൻഡ് 3 0 ഇസ് ഗിവൺ ബൈ റൂട്ട് ഓഫ് 3 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് മൈനസ് 4, അപ്പോൾ 0 പ്ലസ് 4 എന്നാവും ഹോൾ സ്ക്വയർ, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 പ്ലസ് 16 എന്ന് വരും, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്സ്. സെക്കൻഡ് സെക്ഷൻ ഫോർമുലയാണ്. നമുക്കറിയാം കോർഡിനേറ്റ്സ് ഓഫ് എ പോയിൻറ്റ് ഡിവൈഡിങ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് പോയിൻറ്റ്സ് x1 y1 ആൻഡ് x2 y2 internally in the ratio m:n are mx2 plus nx1 divided by m plus n, my2 plus ny1 divided by m plus n. ഒരു പോയിൻ്റ് x1 y1 x2 y2 എന്നുള്ള രണ്ട് പോയിൻ്റ് ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെൻറ്റിനെ m:n റേഷ്യോയിൽ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്താൽ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. ഒരു എക്സാമ്പിൾ നോക്കാം. കോർഡിനേറ്റ്സ് ഓഫ് പോയിൻറ്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് a 1 -3 ആൻഡ് b -3 9 internally in the ratio 1:3 are given by x is equal to 1 into -3 plus 3 into 1 divided by 1 plus 3, and it is equal to 0. Y coordinate 1 into 9 plus 3 into -3 divided by 1 plus 3, അതും 0 ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ഡിവിഷൻ്റെ പോയിൻ്റ് കാണാൻ നിങ്ങൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എക്സ്റ്റേണലായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് എ ബി പ്രൊഡ്യൂസ് ചെയ്ത ലൈൻ സെഗ്മെൻറ്റിലാണ് ക്യൂ എന്നുള്ള ഒരു പോയിൻ്റ് എന്നുണ്ടെങ്കിൽ അത് എ ബീനെ m:n റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർമുല എഴുതുമ്പോൾ നിങ്ങൾ മാറ്റി എഴുതണം mx2 മൈനസ് nx1 ഡിവൈഡഡ് ബൈ m മൈനസ് n, my2 മൈനസ് ny1 ഡിവൈഡഡ് ബൈ m മൈനസ് n എഴുതണം. അപ്പോൾ എക്സ്റ്റേണൽ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഫോർമുലയിൽ ആ മിഡിലിൽ പോസിറ്റീവ് മാറ്റിയിട്ട് മൈനസ് ആക്കണം കേട്ടോ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അത് റേഷ്യോ നെഗറ്റീവ് ആവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി തേർഡ് ഫോർമുല നമുക്ക് പഠിക്കാം. അതിന് നമുക്ക് മിഡ് പോയിൻറ്റ് ഫോർമുല എന്ന് പറയാം. അതായത് രണ്ട് പോയിൻറ്റ്സ് x1 y1 x2 y2 ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെൻറ്റിൻ്റെ മിഡ് പോയിൻറ്റ് കോർഡിനേറ്റ്സ് എങ്ങനെ കാണാൻ നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യണത് ഇതാണ്. ഇൻറ്റേർണൽ ഡിവിഷനിൽ എമ്മിനും എന്നിനും 1 കൊടുക്കുകയാണ്. കാരണം മിഡ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ 1:1 ആയിരിക്കും. അപ്പോൾ മിഡ് പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. ഇനി ഫോർത്ത് ഫോർമുല ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ ഗിവൺ. സപ്പോസ് വെർട്ടിസസ് ആർ x1 y1 x2 y2 x3 y3, then area is given by half absolute value of x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2. ഇവിടെ ആബ്സലൂട്ട് വാല്യൂ എടുക്കണം, കാരണം ഏരിയ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക, ആബ്സലൂട്ട് വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് 3 ടേമാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ ടേം x1 ഇൻറ്റു y2 മൈനസ് y3, അടുത്തത് x2 ഇൻറ്റു y3 മൈനസ് y1, തേർഡ് ടേം x3 ഇൻറ്റു y1 മൈനസ് y2. അപ്പോൾ സം ഓഫ് 3 ടേംസ് ആയ കാരണം വേണമെങ്കിൽ നമുക്ക് സിഗ്മ വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടേം മാത്രം എഴുതിയാൽ മതി, ഹാഫ് സിഗ്മ x1 ഇൻറ്റു y2 മൈനസ് y3 എന്ന് എഴുതിയാൽ മതി. ഇനി അതിൽ ഓരോ ടേമും മാറ്റിയിട്ടാണ് അടുത്ത ടേംസ് കിട്ടുന്നത്. അത് സൈക്ലിക്കായിട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അടുത്ത ടേമിൽ 1 മാറ്റി 2 കൊടുക്കുക, 2 മാറ്റി 3 കൊടുക്കുക, 3 മാറ്റിയിട്ട് 1 കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ടേം കിട്ടാനും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ 4 4 3 -2 ആൻഡ് -3 16 is given by half absolute value of 4 into -2 minus 16 plus 3 into 16 minus 4 plus -3 into 4 minus -2, and it is equal to absolute value of -54 by 2, and it is equal to 27.
ഇപ്പോൾ 3 വേർട്ടിസസും ഒരു ട്രയാങ്കിളിന് തന്നിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഫോർമുല ഇതാണ്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു കണ്ടീഷൻ കൂടി എഴുതാം. സപ്പോസ് ദ 3 പോയിൻറ്റ്സ് എ ബി സി ആർ കൊളീനിയർ. കൊളീനിയർ എന്ന് പറഞ്ഞാൽ അത് ഒരേ ലൈനിലുള്ള പോയിൻറ്റ്സ് ആണെങ്കിൽ കൊളീനിയർ ആണെന്ന് പറയും. കൊളീനിയർ ആണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇത് കണ്ടീഷൻ ഫോർ കൊളീനിയാരിറ്റി ആയിട്ട് പഠിച്ചു വയ്ക്കുക. 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെങ്കിൽ ആ 3 പോയിൻറ്റ്സും കൂടി ഫോം ചെയ്യണ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും. അപ്പോൾ കണ്ടീഷൻ ഫോർ 3 പോയിൻറ്റ്സ് ടു ബി കൊളീനിയർ എന്ന് ചോദിക്കുമ്പോൾ x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2 equal to 0 ആണ്. ഹാഫ് എടുക്കേണ്ട കാര്യമില്ല, ഹാഫ് എന്തായാലും 0 അല്ലല്ലോ. ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ഡെഫിനിഷനാണ് കേട്ടോ. ഇഫ് തീറ്റ ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് എ ലൈൻ എൽ ദെൻ ടാൻ തീറ്റ ഈസ് കോൾഡ് ദ സ്ലോപ്പ് ഓർ ഗ്രേഡിയൻറ്റ് ഓഫ് ദ ലൈൻ എൽ. ഒരു ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യണ ആംഗിൾ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റയാണ് ആ ലൈനിൻ്റെ സ്ലോപ്പ്. ഇനി സ്ലോപ്പ് ഓഫ് എ ലൈൻ ഹൂസ് ഇൻക്ലിനേഷൻ ഇസ് 90 ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇപ്പോൾ 90 ഡിഗ്രി ഫോം ചെയ്യാമെന്ന് വിചാരിക്കും ഒരു ലൈൻ എക്സ് ആക്സിസ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം ടാൻ 90 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. അപ്പോൾ വൈ ആക്സിസിൻ്റെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി സ്ലോപ്പ് ഓഫ് എ ലൈൻ യൂഷ്വലി ഡിനോട്ട് ചെയ്യണത് സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ വെർ തീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 90. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് ആണ്. സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് 0 ആയിരിക്കും. കാരണം എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 0 ആണ്. അപ്പോൾ ടാൻ 0 എടുക്കുമ്പോൾ 0 കിട്ടണ കാരണം സ്ലോപ്പ് ഓഫ് എക്സ് ആക്സിസ് 0 ആണ്. അതേപോലെ സ്ലോപ്പ് ഓഫ് വൈ ആക്സിസ് നോട്ട് ഡിഫൈൻഡ്. ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കണം. നെക്സ്റ്റ്, സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ കോർഡിനേറ്റ്സ് ഓഫ് എനി 2 പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ ആർ ഗിവൺ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എം ഈക്വൽ ടു ടാൻ തീറ്റ. ഇനി സപ്പോസ് ആ ലൈനിൽ 2 പോയിൻറ്റ്സ് ആണ് തന്നിരിക്കണമെന്ന് വിചാരിക്കും. ലെറ്റ് പി x1 y1 ആൻഡ് ക്യൂ x2 y2 ബി ദ 2 പോയിൻറ്റ്സ് ഓൺ ദ നോൺ വെർട്ടിക്കൽ ലൈൻ എൽ ഹൂസ് ഇൻക്ലിനേഷൻ ഇസ് തീറ്റ. ഇനി നമുക്ക് ഇവിടെ പെർപെൻഡിക്കുലർ ക്യു ആർ വരയ്ക്കാം, ലൈനിൽ നിന്ന് എക്സ് ആക്സിസിലേക്കുള്ളത്. അതേപോലെ പെർപെൻഡിക്കുലർ പി എം വരയ്ക്കാം, പെർപെൻഡിക്കുലർ ടു ക്യു ആർ. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്, എം പി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. ലൈൻ എക്സ് ആക്സിസ് ആയിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആംഗിൾ എം പി ക്യൂവും തീറ്റ തന്നെയാണ്. ഇനി സ്ലോപ്പ് ഓഫ് ദ ലൈൻ കാണാം. നമുക്കറിയാം സ്ലോപ്പ് എം ഈക്വൽ ടു ടാൻ തീറ്റ. ടാൻ തീറ്റ നമുക്ക് ട്രയാങ്കിൾ എം പി ക്യൂ എന്ന് കാണാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ക്യൂ ഡിവൈഡഡ് ബൈ എം പി. അപ്പോൾ എം ക്യൂവിനെ നമുക്ക് ക്യു ആർ മൈനസ് എം ആർ വെച്ചിട്ട് എഴുതാം. ദാറ്റ് ഈസ് y2 മൈനസ് y1. അതേപോലെ എം പിനെ നമുക്ക് x2 മൈനസ് x1 എന്ന് എഴുതാം. ദെർഫോർ സ്ലോപ്പ് ഓഫ് എ ലൈൻ വേർ കോർഡിനേറ്റ്സ് ഓഫ് 2 പോയിൻറ്റ്സ് ഓൺ ദ ലൈൻ ആർ ഗിവണിൻ്റെ ഫോമിൽ നമുക്കിത് പഠിച്ചു വയ്ക്കാം. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. Next we will see conditions for parallelism and perpendicularity of lines. അപ്പോൾ ആദ്യം 2 ലൈൻസ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ നോക്കാം. സപ്പോസ് വി ആർ ഗിവൺ 2 പാരലൽ ലൈൻസ് L1 and L2 with slopes M1 and M2. If L1 makes an angle alpha with the positive direction of x-axis and L2 makes an angle beta with the positive direction of x-axis, then since the lines are parallel, alpha equal to beta, therefore tan alpha equal to tan beta, that is we get M1 equal to M2. Therefore their slopes are equal. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ കോൺവേഴ്സും ട്രൂ ആണ്. ഇഫ് ദ സ്ലോപ്സ് ആർ ഈക്വൽ ദെൻ ദ 2 ലൈൻസ് വിൽ ബി പാരലൽ. അപ്പോൾ കണ്ടീഷൻ ഫോർ പാരലലിസം ഈസ് സ്ലോപ്സ് ഓഫ് ദ ലൈൻസ് ആർ ഈക്വൽ, അല്ലെങ്കിൽ M1 ഈക്വൽ ടു M2 എന്ന് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വി വിൽ സി കണ്ടീഷൻ ഫോർ 2 ലൈൻസ് ടു ബി പെർപെൻഡിക്കുലർ. Suppose we are given 2 lines L1 and L2 which are perpendicular to each other. Figure നിങ്ങൾ നോക്കുക. Then from the figure we can write beta equal to alpha plus 90 degree.
അത് എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ചിട്ടാണ്. അപ്പോൾ ബീറ്റ ഈക്വൽ ടു ആൽഫ പ്ലസ് 90 ഡിഗ്രി ആണെങ്കിൽ ടാൻ ബീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ ഓഫ് ആൽഫ പ്ലസ് 90 ഡിഗ്രി. ടാൻ ആൽഫ പ്ലസ് 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കോട്ട് ആൽഫയാണ്. അപ്പോൾ അതിനെ നമുക്ക് നെഗറ്റീവ് 1/tan ആൽഫ എന്ന് എഴുതാം. ഇനി ടാൻ ബീറ്റ എന്ന് പറയുന്നത് m2 ആണ്. അപ്പോൾ m2 ഈക്വൽ ടു നെഗറ്റീവ് 1/m1 എന്ന് കിട്ടും. ഫോർ m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. ഇതാണ് കണ്ടീഷൻ ഫോർ ടു ലൈൻസ് ടു ബി പെർപെൻഡിക്കുലർ. പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് വിൽ ബി ഈക്വൽ ടു -1. m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. ഇതേപോലെ കോൺവേഴ്സ് ട്രൂ ആണ്. m1 ഇൻറ്റു m2 -1 ആണെങ്കിൽ, അതായത് പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് ഓഫ് ടു ലൈൻസ് -1 ആണെങ്കിൽ ദ ലൈൻസ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. അപ്പോൾ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ടു ലൈൻസ് പഠിച്ചു വയ്ക്കുക. m1 ഇൻറ്റു m2 ഈക്വൽ ടു -1. പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരു ലൈൻ തന്നിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ സ്ലോപ്പ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് m1 തന്നിട്ട് m2 കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, m2 വിൽ ബി ഈക്വൽ ടു -1/m1. Now we will do one problem. Example 1. Find the slope of the lines A passing through the points 3, -2 and -1, 4. B passing through the points 3, -2 and 7, -2. C passing through the points 3, -2 and 3, 4. D making inclination of 60 degree with the positive direction of x-axis. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ട് പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യണ ലൈൻ്റെ സ്ലോപ്പ് കാണണം. നമുക്കറിയാം ഫോർമുല y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ എ ക്വസ്റ്റ്യൻ ചെയ്യാം. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ത്രൂ 3, -2 ആൻഡ് -1, 4 ഈസ് m is equal to, ഫോർമുല നിങ്ങൾ എഴുതണം കേട്ടോ, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ 4 - -2 ഡിവൈഡഡ് ബൈ -1 - 3, that is equal to 6/-4 and it is equal to -3/2. Now B, slope of line through points 3, -2 and 7, -2 is m is equal to, again നിങ്ങൾ ഫോർമുല എഴുതുക, y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. അപ്പോൾ -2 -2 ഡിവൈഡഡ് ബൈ 7 - 3 and it is equal to 0/4 which is equal to 0. ഇവിടെ സ്ലോപ്പ് 0 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഇനി സി, സ്ലോപ്പ് ഓഫ് ലൈൻ പാസിംഗ് ത്രൂ പോയിൻറ്റ്സ് 3, -2 ആൻഡ് 3, 4 ഈസ് m is equal to, ഫോർമുല എഴുതിയിട്ട് ചെയ്യാം കേട്ടോ, 4 - -2 ഡിവൈഡഡ് ബൈ 3 - 3. അപ്പോൾ ഇവിടെ നമുക്ക് 6/0 എന്നാണ് വരിക. ഡിനോമിനേറ്ററിൽ 0 ആയ കാരണം ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അവിടെ വേണമെങ്കിൽ ലൈൻ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അത് നിങ്ങൾക്ക് രണ്ട് പോയിൻറ്റിൽ കൂടെയും പാസ് ചെയ്യണ ലൈൻ വരച്ച് നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് ഡി, ഹിയർ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ ആൽഫ ഈക്വൽ ടു 60 degree. Therefore slope of the line is m equal to tan 60 and it is equal to √3. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സ്ലോപ്പ് ഓഫ് എ ലൈൻ, ആംഗിൾ തന്നിട്ടുള്ളതാണെങ്കിൽ ടാൻ ആൽഫ കണ്ടാൽ മതി. രണ്ട് പോയിൻ്റ് തന്നിട്ടുള്ളതാണെങ്കിൽ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. പിന്നെ കണ്ടീഷൻ ഫോർ പെർപെൻഡിക്കുലാരിറ്റി പഠിച്ചു, കണ്ടീഷൻ ഫോർ പാരലലിസം പഠിച്ചു. പിന്നെ തുടക്കത്തിൽ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുല, സെക്ഷൻ ഫോർമുല, ഏരിയ ഓഫ് ട്രയാങ്കിൾ, കണ്ടീഷൻ ഫോർ കൊളീനിയാരിറ്റി. അപ്പോൾ നമുക്ക് നിർത്താം. താങ്ക് യു.